ദൂരപരിധി മാനദണ്ഡമാക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള 3 എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും ഏകീകൃത ചാർജാണ് ഈടാക്കേണ്ടത്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായ നടപടികൾ ഈ കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഹജ്ജ് വിമാന നിരക്കിൽ പ്രതിരോധത്തിലായ സാഹചര്യത്തിലാണ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ വിശദീകരണം. കേന്ദ്ര നിലപാടാണ് വിമാന നിരക്ക് വർധനയ്ക്ക് പിന്നിലെന്ന് മന്ത്രി ആവർത്തിച്ചു. അധിക വിമാന നിരക്ക് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടതായും മന്ത്രി സഭയിൽ അറിയിച്ചു. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരി കൈമലർത്തുകയാണെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. മന്ത്രിയും ചെയർമാനും കാഴ്ചക്കാരായി നോക്കി നിന്നുവെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. സംസ്ഥാനം ഇതിനെതിരെ പ്രതികരിച്ചില്ലല്ലോ. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയിൽ സ്വാഭാവികമായും കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ഉണ്ടല്ലോ. ഇവരൊക്കെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ ഇത്തരം ടെൻഡറുകളും നിലപാടുകളും കാലാകാലങ്ങളിൽ അറിയേണ്ടതല്ലേ, ഇടപെടേണ്ടതല്ലേ, തെറ്റുണ്ടെങ്കിൽ തിരുത്തേണ്ടതല്ലേ? അതൊന്നും ചെയ്യാതെ തീരുമാനം അവർ കൂടി ഉൾക്കൊള്ളുന്ന ബോഡി തീരുമാനമെടുത്ത് വന്നതിന് ശേഷം പ്രസ്താവന ഇറക്കിയിട്ട് അനുശോചനം രേഖപ്പെടുത്തിയിട്ട് എന്ത് കാര്യമാണ്? വിഷയം PK കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലും അബ്ദുസമദ് സമദാനി MP ലോക്സഭയിലും അവതരിപ്പിക്കുമെന്നും PMA സലാം വ്യക്തമാക്കി. കൊച്ചിയിൽ നിന്നും കണ്ണൂരിൽ നിന്നുമെല്ലാം ഹജ്ജിന് പോകുന്നവർ 86,000 രൂപ നൽകുമ്പോൾ കരിപ്പൂരിൽ നിന്ന് നൽകേണ്ടത് 1,65,000 രൂപയാണ്. ഈ തീവെട്ടിക്കൊള്ളക്കെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നതിനിടെയാണ് മന്ത്രിയുടെ വിശദീകരണവും ലീഗിന്റെ ആരോപണവും. വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകാനാണ് ലീഗിന്റെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.